ഹലോ! ഗുഡ് മോർണിംഗ്. ചില ദിവസങ്ങളുണ്ടല്ലോ, ഒട്ടും വിശ്രമമില്ലാത്ത ഒത്തിരി റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ കുത്തി നിറച്ച ഒരു ദിവസമായിരിക്കും കേട്ടോ. പക്ഷേ എന്നാലും ചിലപ്പോൾ ആ ദിവസത്തിന് നമുക്ക് ഒരുപാട് ഇഷ്ടമായിരിക്കും. ഇന്ന് അതുപോലൊരു ദിവസമാണേ. അതിൻ്റെ കാരണം ഞാൻ പറയാം. പിന്നെ ഒരു 3, 4 മാസം മുമ്പ് നിർത്തിയ മോർണിംഗ് വാക്ക് എന്ന് പറയുന്ന ശീലം ഒന്നും കൂടി റീസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടേ. തടിയൊക്കെ കൂടുന്നു. എന്നാൽ പിന്നെ ഇന്ന് തുടങ്ങിയേക്കാമെന്ന് വിചാരിച്ചു. മോർണിംഗ് വാക്കൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി കുളിച്ചു. പിന്നെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള കാര്യങ്ങൾ നോക്കുവാണേ. പക്ഷെ ഞാൻ ഇന്ന് കഴിക്കുന്നത് 2 പുഴുങ്ങിയ മുട്ടയും 2 റോബസ്റ്റ പഴമാട്ടോ. ചെറിയൊരു ഡയറ്റ് കട്ടിൻ്റെ ഭാഗമായിട്ടാണ്. എന്നാൽ വലിയ കാര്യമായിട്ട് വലിയ ഡയറ്റൊന്നും ഇല്ല താനും. പിന്നെ ഇന്നത്തെ തിരക്കിൻ്റെ കാര്യം പറഞ്ഞു വന്നത്, ഇന്ന് നമ്മുടെ കസിൻ ബ്രദറിൻ്റെ കല്യാണമാണ് കേട്ടോ. അപ്പോൾ ഞാനും ഇച്ചായനുമാണ് അതിൽ ആങ്കറിങ് ചെയ്യുന്നത് സ്റ്റേജിൽ. അത് കൂടാതെ ഞങ്ങൾ കസിൻസിൻ്റെ കൂടെ ഞാനൊരു ഡാൻസും കൂടി പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ചൊരു ഓട്ടം പിടിച്ച ദിവസമായിരിക്കും ഇന്ന്. ഇത് രാവിലെ എഴുന്നേറ്റിരുന്ന് എഴുതുന്നത് എക്സാമിന് വേണ്ടിയിട്ടല്ല. ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ സ്റ്റേജിലുള്ള കല്യാണത്തിൻ്റെ സ്റ്റേജിലുള്ള ആങ്കറിങ്ങിന് വേണ്ടിയിട്ടുള്ള സ്ക്രിപ്റ്റും കാര്യങ്ങളൊക്കെ റെഡിയാക്കുവാണ്. അതിനൊപ്പം ചെക്കനും പെണ്ണിനും കൊടുക്കാനായിട്ട് കുറച്ച് ടാസ്കുകളൊക്കെ ചെയ്യുന്നുണ്ട്. സ്ക്രിപ്റ്റൊക്കെ റെഡിയാക്കി പെട്ടെന്ന് തന്നെ ഒരുങ്ങി കല്യാണത്തിന് പുറപ്പെടുവാണ്. അപ്പോൾ ഇനി കല്യാണ വിശേഷങ്ങളൊക്കെ ഒന്ന് കാണാം. ഞങ്ങളുടെ സ്റ്റേജ് പ്രോഗ്രാമും അതുപോലെ ഡാൻസും ഒക്കെ ഒന്ന് പുറകെ കാണാം കേട്ടോ. ഞങ്ങൾ കസിൻസിൻ്റെ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞതിന് ശേഷം ചെറുക്കനും പെണ്ണിനും കൂടി ചെറിയൊരു ടാസ്ക് ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു സ്റ്റേജിൽ ഒന്ന് ഡാൻസ് ചെയ്യാനായിട്ട്. അവരെ കൊണ്ട് പറ്റുന്ന പോലെ എല്ലാം ഭംഗിയായിട്ട് അവർ അതിനെ ഞങ്ങളോട് സഹകരിച്ചിട്ടുണ്ടായിരുന്നേ. Beautiful and sweet. Well, I never knew you were the someone waiting for me. 'Cause we were just kids when we fell in love. ഞങ്ങൾ ഈ കല്യാണത്തിന് ആങ്കറിങ് ചെയ്യുന്നതിലോ MC ആവുന്നതിലോ ഒന്നും പ്രൊഫഷണൽസ് ഒന്നും അല്ല കേട്ടോ. പിന്നെ നമ്മുടെ ഫാമിലി ഒരു ഫംഗ്ഷൻ ആയതുകൊണ്ടും അവരങ്ങനെ പറഞ്ഞതുകൊണ്ടും മാത്രം ചെയ്തതാണ്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള പോരായ്മകളൊക്കെ ഉണ്ടാവും. ദീപം തെളിയിക്കാനായി നമുക്ക് കുടുംബാംഗങ്ങളെ വേദിയിലേക്ക് ക്ഷണിക്കാം. സ്റ്റാനോന്റെ മാതാപിതാക്കളായ സാംസൺ അങ്കിൾ, റീനാൻഡി, ബ്രദർ സ്റ്റീവ് ആൻഡ് ഹിസ് വൈഫ് ഡീന, രശ്മിയുടെ മാതാപിതാക്കളായ ജോൺസൺ അങ്കിൾ, മിനിയാൻഡി, രശ്മിയുടെ പ്രിയപ്പെട്ട ചേച്ചി രേഷ്മ ആൻഡ് ഹർ ഹസ്ബൻഡ്. ഈ വൈനിന്റെ അതേ വീഡിയോ ലഹരിയും നിങ്ങളുടെ ജീവിതത്തിലും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു.
ഈ ചോദ്യങ്ങൾക്ക് സ്റ്റാരോൺ എന്നാണ് ഉത്തരം വരുന്നതെന്നുണ്ടെങ്കിൽ സ്റ്റാരോണിന്റെ ഷൂസ് ആയിരിക്കും നമ്മൾ മുകളിലേക്ക് ഉയർത്തുന്നത്. ഇല്ല, രശ്മി എന്നാണ് ഉത്തരം വരുന്നതെന്നുണ്ടെങ്കിൽ രശ്മിയുടെ ചെരുപ്പാണ് മുകളിലേക്ക് ഉയർത്തേണ്ടത്. രണ്ടുപേരുമാണെന്നുണ്ടെങ്കിൽ രണ്ടും ഉയർത്താം കേട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, നിങ്ങളിൽ ആരാണ് ആദ്യം പ്രപ്പോസ് ചെയ്തത്? ഹൂ പ്രപ്പോസ്ഡ് ഫസ്റ്റ്? സ്റ്റാരോൺ ആണ്. ഓക്കെ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഏറ്റവും കൂടുതൽ വഴക്കാളി ആരാണ്? പെട്ടെന്ന് വഴക്കിടുന്ന ആൾ? അതും സ്റ്റാരോൺ. സ്റ്റാരോണിന് 2 പോയിന്റ്. എല്ലാം സ്റ്റാരോൺ തന്നെയാണ്. അങ്ങനെ വഴക്കിട്ടാൽ ആരാണ് ആദ്യം വന്ന് സോറി പറഞ്ഞ് കോംപ്രമൈസ് ആവുന്നത്? ചോദ്യം തീരാൻ സമ്മതിച്ചില്ല, അതിനു മുമ്പേ ഉത്തരം വന്നു. Who will be the best cook? ആരായിരിക്കും നല്ല ഭക്ഷണം ഉണ്ടാക്കുന്നത്? രണ്ടുപേരും ഇല്ല. രണ്ടെണ്ണവും അടുക്കളയിൽ കയറൂല. സൊമാറ്റോ പറഞ്ഞു. സമാജക്കാർക്കുള്ള പണിയാണ്. രണ്ടുപേരും അടുക്കളയിൽ കയറണം എന്നാണ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫസ്റ്റ് നൈറ്റിൽ ആരാണ് ആദ്യം ഉറങ്ങാൻ പോകുന്നത്? ഉറക്കക്കാരനോ? ബ്രാൻഡഡ് ഡ്രസ്, വില കൂടിയ ഡ്രസ്സുകൾ ധരിക്കുന്ന ആരാണ്? സ്റ്റാരോൺ അഗൈൻ. മൈ ഗോഡ്. ലേസിയസ്റ്റ് പേഴ്സൺ ആരാണ് ഈ കൂട്ടത്തിൽ? ഏറ്റവും മടിച്ചി. രശ്മി ഷൂസ് താഴ്ത്തിയേ ഇല്ല. Who is the best miser? ഈ കൂട്ടത്തിൽ ആരാണ്? പിശുക്കി. ആരാണ് പിശുക്കി? അത് കലക്കി. അത് ബ്രാൻഡഡ് ആരാണ് ഉപയോഗിക്കുന്നത് ചോദിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി. ഹൂ ഈസ് ദ മോസ്റ്റ് ടോക്കറ്റീവ് പേഴ്സൺ? ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന ആൾ ആരാണ്? രശ്മി. ഒരു സലൂൺ ടേപ്പ് മേടിച്ചാൽ തരുന്നുണ്ട്. Who gifted first? ഈ ബന്ധത്തിൽ ആരാണ് ആദ്യമായിട്ട് ഗിഫ്റ്റ് കൈമാറിയത്, കൊടുത്തത്? ഓ, കൺഗ്രാറ്റ്സ്, നിങ്ങൾ വളരെ വിജയകരമായി ഈ റൗണ്ട് പൂർത്തിയാക്കിയിരിക്കുകയാണ്. അപ്പോൾ വീണ്ടും ഷൂവും ചെരുപ്പൊക്കെ ഇട്ട് പൂർവ്വസ്ഥിതിയിലേക്ക് വരാം. സ്റ്റേജിലെ ചടങ്ങുകളും കാര്യങ്ങളും ഒക്കെ അങ്ങനെ ഭംഗിയായി കഴിഞ്ഞു. ഇനി ഫോട്ടോ സെഷന്റെ ടൈമാണ്. അങ്ങനെ എല്ലാവരും ഒരുമിച്ച് ഫോട്ടോസും സൊറപറച്ചിലും ഒക്കെ ആയിരുന്നു. ഇനി അവസാനം ഒരു ഡാൻസ് ഉണ്ട് കേട്ടോ. എല്ലാവരും കൂടി സ്റ്റേജിൽ കയറി ഒരു തലോത്തി മറിച്ചില്. പക്ഷേ ഈ സ്റ്റേജിൽ കാണുന്ന അർമാദമൊന്നുമല്ല ഈ കല്യാണത്തിന്റെ കലാശക്കൊട്ടല് കേട്ടോ. യഥാർത്ഥ കലാശക്കൊട്ടല് വീട്ടിലെത്തിയിട്ടാണ്. Kati pala kati inga yala, kati
ശരി.